പ്രിയപ്പെട്ട സമുദായമേ, സമുദായത്തിൻ്റെ നടത്തിപ്പുകാരെ, സമുദായത്തിൻ്റെ പുരോഗതിയും വളർച്ചയും ആഗ്രഹിക്കുന്നവരെ, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് മുന്നോട്ട് സഞ്ചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് നിലയിലുള്ള ആളുകളായാലും, ആത്മീയത പഠിക്കുന്നവരായാലും, ഭൗതികത പഠിക്കുന്നവരായാലും, ചേർത്ത് പഠിക്കുന്നവരായാലും, നാട്ടിലുള്ളവരായാലും, പുറത്തുള്ളവരായാലും, അകത്തുള്ളവരായാലും എല്ലാം അവരെ ആത്മാഭിമാന ബോധത്തോടെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആത്മാഭിമാന ബോധത്തോടെ വളർത്തുമ്പോൾ മതപരമായ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ അതിന് സവിശേഷമായ ഒരു ഒരു ഇസ്സത്ത്, ഒരു സമ്പൽ സമൃദ്ധി എന്നോ ഒക്കെ പറയാവുന്ന അതിൻ്റെ ഒരു പ്രകാശം, അതിൻ്റെ ഒരു അസ്തിത്വം, അതിൻ്റെ ഒരു സ്വത്വം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നവംബർ മാസത്തിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. അടുത്ത ഡിസംബറാണ്, അടുത്ത പുതുവർഷമാണ്. ഇത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ദയവായി പറയുമ്പോൾ ഇതേതെങ്കിലും സംഘടനയ്ക്കെതിരായോ അല്ലാതെയോ കാണരുത്. ഈ സമുദായം പിരിവ് കൊടുക്കുന്നത് പോലെ വേറൊരു സമുദായവും പിരിവ് കൊടുക്കുന്നില്ല. ഈ സമുദായം ചാപ്പാട് കൊടുക്കുന്നത് പോലെ വേറൊരു സമുദായവും ചാപ്പാട് കൊടുക്കുന്നില്ല. ഈ സമുദായം കത്തിച്ച് കളയുന്നത് പോലെ വേറൊരു സമുദായവും കത്തിച്ച് കളയുന്നില്ല. ഈ സമുദായം സ്വർണവും മറ്റുള്ള കാര്യങ്ങളും വാങ്ങുന്നത് പോലെ വേറൊരു സമുദായത്തിൽപ്പെട്ടവരും വാങ്ങുന്നില്ല. ഈ സമുദായം സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാശ് മറ്റ് പല സഹോദര സമുദായങ്ങളിലെ ഒരുപാട് മനുഷ്യരുടെ ഒരു മാസത്തെ ജീവിത ചെലവുമായി മതിയായതാണ്. തട്ടിച്ചു നോക്കുമ്പോൾ അത്രയും അനുഗ്രഹങ്ങളിൽ ആറാടുന്നൊരു സമൂഹമാണ്. പക്ഷേ ഈ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നം, ഒരു രക്ഷകർത്താവ് ഒരാൾക്ക് അയച്ചു കൊടുത്തത് അദ്ദേഹം ഞാൻ മറുപടി പറയണം എന്ന് പറഞ്ഞ് അയച്ചു തന്നതാണ്. കേട്ടോളൂ. ഞാൻ ഈ മെസ്സേജ് അയക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് ദർസിൽ പഠിക്കുന്ന മക്കളുടെ കയ്യിൽ ഈ കലണ്ടർ വർഷം അവസാനിക്കുമ്പോഴത്തേക്കും കലണ്ടർ വിൽക്കാനായിട്ട് കൊച്ചു മക്കളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് പ്രവണത നമ്മുടെ നാട്ടിൽ കുറെ കാലങ്ങളായിട്ടുണ്ട്. അത് നേരത്തെ എന്ന് വെച്ചാൽ അത് അങ്ങനെ കുഴപ്പമുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ജാതിപരമായിട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ 12-13 വയസ്സായ മക്കളെ ഈ മദ്രസയിലെ ദർസിലൊക്കെ അവർ മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി വിട്ടേക്കുന്ന മക്കളെയൊക്കെ അവരുടെ കയ്യിൽ കലണ്ടറൊക്കെ കൊടുത്തിട്ട് മറ്റുള്ള മതസ്ഥരുടെ വീടുകളും അല്ലാത്ത വീടുകളിലും മുസ്ലിങ്ങൾ ഇല്ലാത്ത ഭാഗത്തോടെ എല്ലാ ഈ കുട്ടികൾ ഈ കലണ്ടറായിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് വെയിൽ മണി കുട്ടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ഞാൻ നാട്ടിൽ വെച്ച് കാണാറുള്ള ആളാണ്. അപ്പൊ ഇതിനെ കഴിഞ്ഞ വർഷം ഇതേമാതിരി എന്റെ വീട്ടിൽ ഇതേമാതിരി കലണ്ടർ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ വൈഫും പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർ പറഞ്ഞ ഉസ്താദന്മാർ ഞങ്ങളെ അങ്ങനെ പറഞ്ഞു വിടണയാണ്, അത് ഞങ്ങൾക്ക് അത് പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലൊക്കെ എന്തോരം ആളുകൾ അവരുടെ മതം പഠിക്കാനായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അവരൊന്നും കലണ്ടർ വിൽക്കാനോ ഒരു കാര്യങ്ങളും നടക്കില്ല. കുട്ടികളെ 13 വയസ്സായ മക്കള് ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നോട് കലണ്ടർ ചോന്നുകൊണ്ട് ചുമ്മാ റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെതിരായിട്ട് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഉസ്താദ് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ്. ഉസ്താദ് വോയിസ് പൂർണ്ണമായി കേട്ടിട്ട് നല്ലതാണെങ്കിൽ തെരഞ്ഞെടുത്ത ഒരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും. കാരണം ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ വളരെ മോശമാണ്. അപ്പൊ ഈ കുട്ടികൾ മറ്റുള്ള വീടുകളിൽ ചെന്ന കലണ്ടർ അല്ലെങ്കിൽ ഈ തലകെട്ട് തൊപ്പിയും തലപ്പാവോ കൊച്ചിന്റെ മക്കളൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പൊ ആളുകള് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. അപ്പൊ അത് പറയാൻ വേണ്ടി ആ സ്ഥാനം വിളിച്ചായിരുന്നു, വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കുന്നത്. എന്റെ വീട് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്റെ പേര് സിദ്ദീഖ്. ഇപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുകയാണ്, ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാനം നേരിട്ട് വിളിച്ചു പറയാൻ നേരത്തെ വിളിച്ചത്. അപ്പൊ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് വാട്സാപ്പിൽ വോയിസ് ആയിട്ട് അയക്കണം. അത് കേട്ടിട്ട് ഇത് നല്ലതാണെങ്കിൽ ഒന്ന് വീഡിയോയിലൂടെ ഒരു പ്രബോധനം നടത്തുവാണെങ്കിൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു നിരപരാധിയായ മനുഷ്യൻ്റെ നിസ്വാർത്ഥമായൊരു വികാരമാണ് ഈ പങ്കുവച്ചത്. വളരെ നിസ്വാർത്ഥമായൊരു വികാരം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും. ഇപ്പോൾ വീണ്ടും ഇതൊന്നുകൂടി പറയുക. ഈ പഠിപ്പിക്കാൻ വിടുന്ന കുട്ടികളുടെ ഒന്നാമത്തെ കാര്യം ഞാൻ 100% പറയുക, സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ബാക്കിയുള്ള വിദ്യാഭ്യാസവും ഇല്ലാതെ വെറും പള്ളി ദറസുകളിൽ മാത്രം കുട്ടികളുടെ ജീവിതത്തെ തളച്ചിടുന്ന ഏർപ്പാട് അടിയന്തരമായി ഏത് പള്ളികളിലുണ്ടോ അവരെ അവസാനിപ്പിക്കണം. കുട്ടികളെ പഠിപ്പിക്കണം, അവരെ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അതുപോലെ ഈ ദറസിലെ പരിപാടികൾക്കൊക്കെ വിടുമ്പോൾ മാർഗമുള്ള വീടുകളിൽ നിന്നാണ് വിടുന്നതെങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങളോട് സംസാരിച്ചിട്ട് ഇവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു വോളിയം ഓഫ് സ്വത്ത് ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രം അവരുടെ പേരിൽ എഴുതി കൊടുക്കണം. നാളെ അവരിത് പഠിച്ചിട്ടിറങ്ങി വേറൊരു ഡോക്ടറോ എഞ്ചിനീയറോ സമ്പാദിക്കുന്ന പോലെ ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ പിന്നെ എവിടെയെങ്കിലും പള്ളികളിലെ ഹിദമത്തിന് പോകുന്ന സ്ഥലത്ത് അവിടെ മൈക്കിലൂടെ പറഞ്ഞ് പെരവാസ്തോലി നടത്തി, കല്യാണം നടത്തി, ആളുകളെ മൊത്തം വിളിച്ചു കൂട്ടി, കാർഡ് കൊടുത്ത്, ഓഡിറ്റോറിയത്തിൽ വെച്ച് ചാപ്പാട് കൊടുത്ത് ഇത് നടത്തി കാശ് പിരിക്കുന്ന കോലംകെട്ട ഏർപ്പാടിലേക്ക് അവർ പോകേണ്ടി വരും. അവർക്ക് മതിയായ സ്വത്ത് കൊടുക്കണം. അതുപോലെ ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് ഈ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഈ പള്ളി ദറസിലേക്ക് വരുമ്പോൾ പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ നല്ല റേഞ്ചിലുള്ളവരായിരിക്കും. ഒന്നെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വിരമിച്ചവരായിരിക്കും, നല്ല അഭിഭാഷകരായിരിക്കും, പാരമ്പര്യ സ്വത്തുള്ളവരായിരിക്കും, മക്കളും കൊച്ചുമക്കളും ഒക്കെ വിദേശത്ത് നല്ല ധനം സമ്പാദിക്കുന്നവരായിരിക്കും. ഈ കൊണ്ടുവരുന്നവനെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കണം. അവൻ്റെ ഒരു ചുറ്റുപാടെന്ന് അറിയണം. എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാട്, എവിടെ നിന്ന് വരുന്നു, നിൻ്റെ സാഹചര്യം എന്താ, മൂത്ത ആൺകുട്ടിയാണോ,
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ ഇതിന് നിർത്തുന്നതിനേക്കാൾ നീ അതിൻ്റെ ഒരു മറ്റേന് ചേർക്ക്, അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ പഠിക്കട്ടെ, ഫീസോ മറ്റേതോ വല്ലതും ഞങ്ങൾ തരണമെങ്കിൽ ഞങ്ങൾ തരാം, അല്ലെങ്കിൽ അതിന് ആരെങ്കിലും ഏർപ്പാട് ചെയ്ത് തരാം. മെറിറ്റിൽ പഠിക്കാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കൊടുക്കാമെന്ന്. മെറിറ്റിൽ ഞാൻ പറയാം, അല്ലാതെ മാനേജ്മെൻറ്റിലല്ല, മെറിറ്റിൽ. അതിനുള്ള ഏർപ്പാടുണ്ടാകണം. അതിൻ്റെ ഫീസ് കൊടുക്കാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട് 3-4 പിള്ളേർ അങ്ങനെ പല സ്ഥലത്ത് MBBS-നൊക്കെ മെറിറ്റിൽ കിട്ടിയവർ, വേറെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ. അപ്പോൾ അങ്ങനെ സഹായിക്കാൻ, അങ്ങനെ പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ തയ്യാറാവണം. അല്ലാതെ ഇവരെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ആക്കുന്നൊരു പണി പറ്റത്തില്ല. അതിൻ്റെ പുറത്താണ് കൂനിന്മേൽ കുരു പോലെ കലണ്ടർ കച്ചവടം. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? ഈ സമുദായത്തിൽ ഇതെല്ലാം ചിലവാക്കിയാൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വീടുകളിൽ കയറുന്നതിനും ഇത് വാങ്ങുന്നതിനും ഒരു ലജ്ജയും നാണവുമില്ലാത്ത സമൂഹം മുസ്ലിം സമൂഹമല്ലേ? എന്താ അതിൻ്റെ കാര്യം? ഇങ്ങനെ കയറി വാങ്ങുന്നത് എന്തോ പരിശുദ്ധമാണെന്ന് അവരുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരൻ കൊടുക്കുക എന്ന് പറയുന്നത് അവന് നിർബന്ധ ബാധ്യതയാണെന്ന് മതം പഠിപ്പിച്ചതിൻ്റെ ഒരു മറുവശ ചിന്തയാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. മറ്റ് സമുദായത്തിൽപ്പെട്ടവർ എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരു ദിവസമേ അങ്ങനെ പിള്ളേരെ കൊണ്ട് ഇറക്കി വിടാൻ സമ്മതിക്കുകയുള്ളൂ. അവർ വലിയ ഇല്ലാത്ത പുക്കാറുണ്ടാക്കും. അവർ പിരിക്കാൻ വരും, ചിലപ്പം നാട്ടിൽ ഉത്സവത്തിന് വരും, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വരും പിരിക്കാൻ. അതിങ്ങനെ മതപഠനത്തിന് വരുന്ന കുട്ടികളെ ഒന്നുമല്ല, നാട്ടിലുള്ള ആളുകൾ വരും. അതുപോലെ ദർസ് നടത്താൻ മാർഗ്ഗമില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പഠിക്കാൻ വരുന്ന ഈ പിള്ളേരെ അല്ല ഇതിന് ചുമന്നിറക്കേണ്ടത്. സെക്രട്ടറിയും പ്രസിഡൻറ്റും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഇറങ്ങണം. ഇതിനൊക്കെ ഇടിയല്ലേ? നിങ്ങൾ കസേരയിൽ നിന്ന് ഇറങ്ങാതെ അതിൽ തന്നെ അമർന്നിരിക്കുമല്ലേ? മരിച്ച് കബറി വരെ കൊണ്ടുപോകുമ്പോൾ പിന്നെയും 3 മാസം പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ ഇറങ്ങണം. അവരുടെ ബന്ധുക്കളോട് പറയണം, മക്കളോടും കൊച്ചുമക്കളോടും പറയണം, ദറസിൻ്റെ ചെലവിന് വേണ്ടി വാപ്പായ്ക്ക് പ്രസിഡൻറ്റോ സെക്രട്ടറി ആയിട്ടിരിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ ഇങ്ങോട്ട് അയച്ചു തരാൻ പറയണം. എന്നിട്ട് അവിടെ ഇരിക്കണം. അല്ലെങ്കിൽ സ്വന്തം വസ്തു വയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു 10-15% എടുത്ത് ഞാൻ പ്രസിഡൻ്റായിട്ടിരുന്ന് എന്നെ സഹിക്കുന്ന ജമാഅത്തിലെ ദറസിന് വേണ്ടി ചിലവാക്കണം. അല്ലാതെ ഈ പുറത്തുനിന്ന് വരുന്ന പിള്ളേരെ ഇതും കൊടുത്ത് എല്ലായിടവും വിട്ട്, വീടുകളിൽ വിട്ട്, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഏത് വീടാ ആരുടെയാണെന്നൊന്നും അറിയാനൊക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആട്ടും തൂപ്പും ഒക്കെ കേൾക്കേണ്ടി വരും. ആ ആട്ടും തുപ്പും കേട്ട് അവർ ദീൻ പഠിക്കാൻ വരുന്നവരാണ്. ആ വികാരം എവിടം വരെ ഇരിക്കുമെന്നറിയാമോ? നാളെ അന്തസ്സായിട്ടുള്ള ഈ വേഷധാരിയെ കാണുമ്പോൾ പോലും അവൻ പിരിവുകാരനാണെന്ന് പറയുന്ന ഒരു ചിന്ത ഈ സമൂഹത്തിനുണ്ടാവും. പിന്നെ അതുകൂടാതെ ഇതിലെ ജെൻസി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ഈ സമുദായത്തിലെ, നമ്മളൊക്കെ വളർത്തുന്ന നമ്മുടെ മക്കൾ ബ്രോയിലർ കോഴിയുടെ പോലെ ടീഷർട്ടും ഇതുമൊക്കെ ഇട്ട് ടൗണിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വളർത്തുന്ന മക്കൾക്ക് ഇവരോട് പുച്ഛമായിരിക്കും, ഈ കച്ചവടത്തിന് വരുന്നവരോട്. നാളെ അവർ പള്ളിയിൽ ഇമാമായിട്ടിരുന്ന് മിമ്പറിൽ നിന്ന് വലിയ നീണ്ട പ്രസംഗം നടത്തുമ്പോൾ ഇവന്മാർ പൂടയ്ക്ക് പോലും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ജീവിക്കുന്നത് പോലെ നല്ല അന്തസ്സോടെ ജീവിക്കണം. പിരിക്കാനൊന്നും കലണ്ടറും കൊടുത്തൊരു സ്ഥലത്തും വിടരുത്. ചെല്ലുന്നവരാരും കാശും കൊടുക്കരുത്, ആരും കാശ് കൊടുക്കരുത്. ഈ പിള്ളേർക്ക് കഴിക്കാൻ 10 രൂപയോ 20 രൂപയോ വേണേൽ കൊടുത്തിട്ട് ഇനി അങ്ങ് കയറരുതെന്നും പറഞ്ഞ് തിരിച്ചു പൊയ്ക്കോളാൻ പറയണം. അല്ലെങ്കിൽ ഇനി നമ്പർ ഇനി വാങ്ങിച്ചിട്ട് ഉസ്താദിനെ അങ്ങ് വിളിക്കണം. ഈ അറബിക് കോളേജിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഉസ്താദിനെ വിളിച്ചേച്ച് ചോദിക്കണം, ഈ പിള്ളേരെ വിടുന്നതിന് എത്ര രൂപ വേണം? ഉസ്താദ് ഇഞ്ഞു വാ, നമുക്ക് ഇവിടെ 3-4 വീട്ടിൽ കയറി ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയണം. അതിന് ഈ സമുദായം തയ്യാറാവണം. പറഞ്ഞത് അധികപ്പറ്റായെങ്കിൽ ക്ഷമിച്ചു.